അങ്ങനെ വളരെയേറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന മലൈക്കോട്ടെ വാലിബൻ റിലീസായി. ടിനു പാപ്പച്ചൻ്റെ പ്രസ്താവന പോലെ തിയേറ്റർ കുലുങ്ങിയില്ല, പക്ഷേ ഫാൻസിൻ്റെ നെഞ്ചു കലങ്ങി. തിയേറ്റർ കുലുങ്ങിയില്ലെങ്കിൽ എൻ്റെ തലയിൽ കയറാൻ വരരുത് എന്ന് മുൻകൂർ ജാമ്യമെടുത്തതുകൊണ്ട് ലാലേട്ടന് ആശ്വാസം. ഇതുവരെ കാണാത്ത പടം ബെറ്റർ ഓഡിയൻസിനെ അറിയിക്കുന്നു. ഒരു മാസ് പടം പ്രതീക്ഷിച്ചു പോയാൽ വർക്കാകില്ല. എല്ലാത്തരം പ്രേക്ഷകർക്കും കാണാൻ പറ്റിയ പടം തന്നെയാണ്. എന്തിനാണ് വെറുതെ വെറുപ്പ് പടർത്തുന്നത് എന്ന് LJP ചോദിക്കും. ഇത് തിയേറ്ററിൽ കാണേണ്ട സിനിമയാണ്. ആ അവസരം നിങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്നും കണ്ട് അഭിപ്രായം പറയണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇത് ഫെരാരി എഞ്ചിൻ വെച്ച് ഓടുന്ന സിനിമയല്ല, ഒരു മുത്തശ്ശി കഥ പോലെ ആസ്വദിക്കേണ്ട സിനിമയാണ്. അതിൽ ഒളിപ്പിച്ചിരിക്കുന്ന വലിയ കാഴ്ചകളുണ്ട്. സഞ്ചരിക്കുന്ന ഒരു ജിപ്സി സംഘത്തിൻ്റെ യോദ്ധാവ്. അദ്ദേഹം സഞ്ചരിക്കുന്ന വഴികളിലൂടെ പ്രേക്ഷകനെയും കൂടെ കൂട്ടുന്നു. അയാളുടെ ജേണിയിലേക്ക് നമ്മൾ കയറണം. അയാൾ കാണുന്ന ഓരോ കാര്യങ്ങളും നമ്മളും കാണണം. LJP തുടരുന്നു. പ്രഗത്ഭരായ സാങ്കേതിക വിദഗ്ധരാണ് സിനിമയുടെ പിറകിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. ഒരുപാട് പേരുടെ വളരെ കാലത്തെ അധ്വാനമാണ് ഈ സിനിമ. സ്റ്റിൽ നോ പ്ലാൻസ് ടു ചേഞ്ച്, സ്റ്റിൽ നോ പ്ലാൻസ് ടു ഇംപ്രസ്. ഇതുതന്നെയാണ് ഇപ്പോഴും തൻ്റെ നിലപാടെന്നും LJP ആവർത്തിച്ചു. എന്തായാലും സിനിമയെക്കുറിച്ച് സമ്മിശ്ര പ്രതികരണമാണ് പ്രേക്ഷകർക്കുള്ളത്. ഇത് എല്ലാത്തരം പ്രേക്ഷകരെയും ഒരുപോലെ തൃപ്തിപ്പെടുത്തുന്ന തരം സിനിമയല്ല എന്നുള്ള കാര്യം വ്യക്തമാണ്.